ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ശിഷ്ടജീവിതം തഖ്വയിലായി കഴിച്ചു കൂട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്തിഗ്ഫാർ മഗ്ഫിറത്തിൻ്റെ പത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനത്തിൻ്റെ പത്ത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവരോട് ഇങ്ങനെ പാപമോചനം തേടിക്കൊണ്ടേ ഇരിക്കലാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ എപ്പോഴും ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പ്രത്യേകിച്ച് വിശിഷ്ടമായ പത്തിലൊക്കെ അധികരിപ്പിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനും അല്ലാഹു തആല വിടുതി, അവനക്കൊരു മോചനം കൊടുക്കും. മിൻ കുല്ലി ളീഖിൻ മഖറജൻ, എല്ലാ കുടുസായ ഊരാക്കുടുക്കിൽ നിന്നും അല്ലാഹു തആല അവനക്കൊരു പോംവഴി കാണിച്ചു കൊടുക്കും. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവനക്ക് ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവൻ വിചാരിച്ചാത്ത റൂട്ട് കൂടെ അള്ളാഹു തആല അവനക്ക് സാമ്പത്തിക വർധനവ് അള്ളാഹു തആല അവനക്ക് കൊടുക്കുകയും ചെയ്യും. അതിന് ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കെല്ലാവരും അനുഭവിക്കുന്ന വലിയ വിഷമം എന്താണ്? ടെൻഷനാണ്. എല്ലാവർക്കും ടെൻഷനാണ്. രോഗങ്ങളെക്കുറിച്ച് ടെൻഷൻ, ഇനി രോഗമില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഉണ്ടാവോ, ഞാൻ മരിക്കുമോ എന്നൊരു ടെൻഷൻ, വെറുതെ ടെൻഷൻ. പല ആളുകൾക്കുള്ളൊരു അസുഖം ടെൻഷൻ. ആ ടെൻഷൻ പോകാനുള്ള മാർഗം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്. അതുപോലെ ഒരു നിലക്കും രക്ഷ കിട്ടാൻ പറ്റാത്ത രൂപത്തിൽ ആകെ കുടുങ്ങി കിടക്കുകയാണ്, സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ആകെ ഇടങ്ങേറിലാണ്. ആ ഊരാക്കുടുക്കിൽ നിന്ന് കുടുസായ മാർഗത്തിൽ നിന്നൊരു മോചനം അള്ളാഹു നമുക്ക് കൊടുക്കും. എപ്പോൾ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. അതുപോലെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സാമ്പത്തികമായ കഴിവ്, റിസ്ക് അള്ളാഹു തആലയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ഇതിനൊക്കെ വേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ നമ്മൾ ഇമാമ ചൊല്ലിത്തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ മാത്രമാക്കാതെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഈ പത്ത് പ്രത്യേക അതിൻ്റെ ഔസത്ത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. ഇറാഖിലെ ബസ്രയിലാണ് അദ്ദേഹം ഉള്ളത്. വലിയ മഹാൻ, എല്ലാവർക്കും ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. വലിയ ഷക്കാ ഇലഹി, അദ്ദേഹത്തിലേക്ക് വന്നിട്ട് പരാതിപ്പെട്ടു. വലിയ വിഷമം പറയും. അൽ ജദൂബ്, ഭയങ്കര ക്ഷാമാണ്, നാട്ടിലൊക്കെ ക്ഷാമാണ്, വരൾച്ചയാണ്, ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം എന്ന് ദ്വാരക്കാൻ പറഞ്ഞു, ദ്വാ ചെയ്യണം. അപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി, പാപമോചനം നടത്തിക്കോളിയാണ്. ആർക്ക്? ക്ഷാമ സംബന്ധമായി പരാതിപ്പെട്ട ആളോട്. വേറൊരാൾ വന്നിട്ട് പരാതിപ്പെട്ട രണ്ടാമത്തെ ആൾ അൽ ഫഖറ, ഭയങ്കര ദാരിദ്ര്യമാണ്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഉസ്താദേ, എന്താ ചെയ്യുക? അപ്പോൾ ഹസൻ ബസ്രി അദ്ദേഹത്തോടും പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ എന്ന് പറഞ്ഞു. മൂന്നാമത് വേറെ ആളെന്നിട്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യർസുഖ്നി വലദൻ, കല്യാണം കഴിഞ്ഞ് കുറേ ആയി, കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, ഉസ്താദ് ദ്വാരക്കണം. അവരോടും ഹസൻ ബസ്രി പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. നാലാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, വശക്കാ ഇലഹി ആഖറു ജഫാഫ ബുസ്താനി, തോട്ടത്തിൽ കൃഷിയൊന്നും ശരിക്കും ഉണ്ടാകുന്നില്ല, പഴയ പോലെ വിളവെടുപ്പൊന്നുമില്ല, കൃഷിയൊക്കെ വലിയ നാശത്തിലാണ്, നഷ്ടത്തിലാണ്, ദ്വാരക്കണം. അദ്ദേഹത്തോടും പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പാപമോചനം നടത്തിക്കോൻ. ഇത് കേട്ടപ്പോൾ റബീഉ ഇബ്നു സുബീഹ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ ഇത് കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം ഹസൻ ബസ്രിയോട് ചോദിച്ചു, അല്ല മഹാനെ, അതാക്ക റിജാലുൻ യഷ്കൂന അൻവാഅൻ, അങ്ങനെ അടുത്തേക്ക് 4 ടീം വന്നിട്ട് 4 പരാതിപ്പെട്ടു. കുട്ടികളില്ലാത്ത വിഷമം പറഞ്ഞു, അതുപോലെ ക്ഷാമം, സാമ്പത്തികമായിട്ടൊന്നുമില്ല, ആകെ വരൾച്ചയാണ് എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ നിങ്ങൾ തിന്നിട്ട് വീട്ടിലും കുടുംബത്തിലും ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു. വേറെ വന്നിട്ട് കൃഷിത്തോട്ടങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 4 ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ മറുപടി ഒരേ മറുപടിയാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അതെന്താ അങ്ങനെ? നിങ്ങൾ എല്ലാവരോടും അമർത്തവും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാരി, എല്ലാവരോടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനല്ലോ കൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ കുൽത്തുമിൻ ഇന്ദി ഷിയ, അത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല. സൂറത്ത് നൂഹിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു അസ്സ വജല്ല യഖൂലു ഫീ സൂറത്ത് നൂഹ് സൂറത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നൂഹിൻ്റെ 10 മുതൽക്ക് 12-ാമത്തെ ആയത്ത് അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപമോചനം നടത്തുക, ഓൻ ദോഷങ്ങളൊക്കെ ധാരാളം പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ആകാശത്തിന് നല്ല മഴ കിട്ടും, ക്ഷാമൊക്കെ പോകും, വരൾച്ചൊക്കെ പോകും എന്ന് ഖുർആൻ തന്നെ പറയാം. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സാമ്പത്തികമായി അള്ളാഹു വർദ്ധനവ് തരും, സന്താനങ്ങളിൽ തരും. എപ്പോൾ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ, തോട്ടങ്ങളും നദികളൊക്കെ അള്ളാഹു സമൃദ്ധാക്കി തരും. അപ്പോൾ സൂറത്ത് നൂഹിൽ അള്ളാഹു പറഞ്ഞ എന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി, എന്നാൽ സന്താനങ്ങളുണ്ടാവും, സമ്പത്തുണ്ടാകും, തോട്ടങ്ങളുണ്ടാവും,
എന്നൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. അതേ മറുപടിയാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന് പരാതിപ്പെട്ട ആൾക്കാരോടും പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞ അതേപോലെയാണ് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്തിഗ്ഫാറാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്തിഗ്ഫാറാണ്. അതിൻ്റെ 10ലാണ് പരിമറുള്ളത്. അപ്പോൾ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രമല്ല, ഒഴിവുണ്ടാകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേക്കുക. മശായിഖന്മാരൊക്കെ പല ആൾക്കാരും 70,000 ഇസ്തിഗ്ഫാറൊക്കെയാണ് വർദ്ധിപ്പിക്കുക. 70,000 റമളാനിലെ 70,000 ഇസ്തിഗ്ഫാർ. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഹുവ തവ്വാബുർ റഹീം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഇത്യാദി ഇസ്തിഗ്ഫാറിൻ്റെ പല പദങ്ങൾ ഉപയോഗിച്ച് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ടെൻഷൻ നീങ്ങും. അതുപോലെ തന്നെ സാമ്പത്തികമായ പരാധീനതകളും പ്രയാസങ്ങളും ഇല്ലാതെയാകും. അതുപോലെ ദാരിദ്ര്യം ഇല്ലാതാകും. എല്ലാത്തിനുള്ള പരിഹാരം ഒറ്റമൂലി എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, കഷായമാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാറിൻ്റെ 10 നമ്മളുള്ളത്. അഹ്മദ് ബിൻ ഹംബലിൻ്റെ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടിയ നേട്ടം. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും ഇത് ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുക. അത് നമ്മൾ അടിസ്ഥാനപരമാണ്. എപ്പോഴും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. നമ്മളൊക്കെ പാപികളും ദോഷികളും ഉറപ്പാണ്, ഒരു സംശയമില്ല. നമുക്കൊന്നും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ചില സമയങ്ങളിൽ അങ്ങനെ തെറ്റുകൾ മനുഷ്യന് വന്നു പോകും. പരിഹാരം ഇസ്തിഗ്ഫാറാണ്. അതിനായിട്ടുള്ള 10 ദിവസം തന്നിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അവൻ്റെ ഫദ്ല് കൊണ്ട് ഈ റമളാൻ്റെ 10ൻ്റെ ഹക്ക് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.